പലതരം ചേരുവകൾ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. ഇന്ന് നമുക്ക് വളരെ രുചികരമായ രീതിയിൽ ഒരു സാമ്പാർ തയ്യാറാക്കാം. ഇത് നമുക്ക് ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം ഒരു 3 ലിറ്ററിന് മുകളിലായിട്ടുണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അര കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ടാവുന്ന കടിക്കാനൊക്കെ പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് എടുക്കുക. പരിപ്പ് ഞാനിവിടെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് ഇടുന്നില്ല കേട്ടോ. പരിപ്പൊന്ന് വേവിച്ചെടുത്ത ശേഷം മാത്രമാണ് വെജിറ്റബിൾസ് ഇടുന്നത്. അപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതുപോലെ മുഴുവനായിട്ടുള്ള കായ നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ റൂബിക്കയുടെ ഒക്കെ വലിപ്പത്തിലുള്ളതുള്ളൂ കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ കഴിക്കും. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് വെള്ളം ഇപ്പോൾ തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ലിറ്ററോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. പരിപ്പ് വെന്ത ശേഷം നമ്മൾ ഇതിലേക്ക് തന്നെ വെജിറ്റബിൾസ് ഇട്ട് വേവിക്കാനാണ്. അതുകൊണ്ടാണ് വെള്ളം ആവശ്യത്തിനുള്ളത് ഇപ്പോൾ തന്നെ ഇടാൻ പറഞ്ഞത്. പരിപ്പ് വെന്ത ശേഷം പിന്നെ നമ്മൾ പച്ചവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നീട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ടിപ്പാണ്. കുക്കറിൽ വെള്ളം അധികം ഒഴിച്ച് നമ്മൾ വേവാനായിട്ട് വയ്ക്കുമ്പോൾ വിസിൽ വരുന്ന സമയത്ത് അത് പതഞ്ഞ് പൊങ്ങി താഴെയൊക്കെ ചാടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. നമുക്ക് ഇതിന് കുക്കർ അടിച്ച് വേവാനായിട്ട് വയ്ക്കാം. വേവെന്ന് പറയുന്നത് ഓരോ കുക്കറിൻ്റെയും പിന്നെ അടുപ്പിൻ്റെ ചൂടും പരിപ്പൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് വേവിച്ചെടുക്കണം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കണം. അതിന് മുമ്പായിട്ട് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഈ സാമ്പാറിലേക്ക് ഒരു മീഡിയം സൈസ് നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി മതിയാവും കേട്ടോ. അതിലേക്ക് മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കാം. വെജിറ്റബിൾസിൽ മെയിനായിട്ട് 5-6 വെളുത്തുള്ളി എടുക്കുക. എൻ്റെ വെളുത്തുള്ളി തീരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളത് ഒരു 5-6 മതിയാവും. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കുക. ഒരു വലിയ സവാള എടുക്കുക. എൻ്റെ ചെറിയ സവാള ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് എന്നുണ്ടെങ്കിൽ 3 വരെ ആവാം കേട്ടോ. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. പിന്നെ 5-6 വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും കൂടി എടുക്കുക. ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഉള്ളതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള മറ്റു വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പടവലങ്ങയുടെ 4 ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ചേന എടുത്തിട്ടുണ്ട്. ഇത് പീസുകളാക്കി കഴിയുമ്പോൾ ഒരു 5-6 കഷ്ണം ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതും പീസുകളാക്കി കഴിയുമ്പോൾ ഒരു 5-6 പീസ് ഉണ്ടാവുള്ളൂ. വെള്ളരിക്ക, ഒരു ചെറിയ വെള്ളരിക്കയുടെ 4 ഭാഗം ഉണ്ടാവും. എൻ്റെ കുമ്പളങ്ങി ഇല്ലാതെ ഇട്ടിട്ടില്ല. 2 മുരിങ്ങക്കോല്. സാമ്പാറിലേക്ക് അമരപ്പയറാണ് കൂടുതൽ നല്ലത്. അതില്ല, ഞാനിവിടെ സാധാരണ ബീൻസാണ് എടുത്തേക്കുന്നത്. അത് 4 കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. ഇനി ഇത്രയും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തുകൊണ്ടിരാം. വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുമ്പോൾ തക്കാളി, പച്ചമുളക്, സവാളയുടെ പകുതി, പിന്നെ വെണ്ടയ്ക്കും വേറെ അരിഞ്ഞു വെക്കാം. ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒരുമിച്ച് അരിഞ്ഞിടാം. ഇപ്പം ഞാനിവിടെ വെണ്ടയ്ക്കും സവാളയും തക്കാളിയും പച്ചമുളകും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒരുമിച്ച് അരിഞ്ഞിടാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇച്ചിരി വലുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ അരിഞ്ഞെടുക്കാം. വെജിറ്റബിൾസ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വല്ലാതെ കലങ്ങി പായസമായിട്ട് പോയിട്ടില്ല. ഈ പരുവത്തിൽ പരിപ്പ് വേവിച്ചു. നിങ്ങൾ ഇച്ചിരി വലിയ കുക്കറിൽ പരിപ്പ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുക്കറിൽ തന്നെ കഷ്ണങ്ങളിട്ട് വേവിച്ചാൽ മതി കേട്ടോ. എൻ്റെ കുക്കർ ചെറുതായതുകൊണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഈ പരിപ്പിലേക്ക് തന്നെ നമ്മൾ രണ്ടാമത് അരിഞ്ഞ വെജിറ്റബിൾസ് എല്ലാം ഇട്ടെടുക്കാം. ആദ്യം അരിഞ്ഞ വെണ്ടയ്ക്കൊന്നും ഇടരുത് കേട്ടോ. അത് വല്ലാതെ കലങ്ങി പോകുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് വാട്ടിയിട്ട് നമുക്ക് ഇട്ടാൽ മതി. നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ഇതിലേക്ക് തന്നെ അങ്ങ് ഇട്ടെടുക്കുക. ചതക്കി അറിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ തന്നെ ഇട്ടെടുത്താൽ മതി. ഇത് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ അതിലേക്ക് ഇട്ടെടുത്ത് വേവിച്ചാലും മതി കേട്ടോ വെളുത്തുള്ളി. ഇപ്പോൾ ഈ പരിപ്പിലെ വെള്ളത്തിൽ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്തിട്ട് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവണം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയും മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ടെടുക്കാം. വെണ്ടക്ക, സവാള, തക്കാളി, പച്ചമുളക്. വെണ്ടക്ക ഒന്ന് വഴറ്റിയിട്ട് സവാളയും തക്കാളിയും പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ടെടുക്കാം കേട്ടോ. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. വെണ്ടക്കയുടെ കളറൊക്കെ ഒന്ന് മാറും. ആ സമയം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ വെജിറ്റബിൾസിൽ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റാം. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പാറിൽ തീരെ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മളിടുന്ന സാമ്പാർ പൊടിയിലും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ എരിവുണ്ടാവും. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി പുറത്തുനിന്ന് വാങ്ങിച്ചതാട്ടോ.
അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാമ്പാർ പൊടി ഏതാണെങ്കിലും അതിൻ്റെ എരിവ് അനുസരിച്ച് മറ്റേ മുളക് പൊടി ഇടുന്നത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില സാമ്പാർ പൊടിക്ക് ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവ് വരും. പൊടികളെല്ലാം ഇട്ടെടുത്ത ശേഷം ഇതിപ്പോൾ 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിരുന്ന വാളംപുളി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുത്തതാണിത്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചെടുത്ത് നന്നായിട്ട് തിളപ്പിക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഈ വെജിറ്റബിൾസ് ഇട്ടെടുക്കാം കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച മസാലയും മറ്റേ പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പുളിവെള്ളം ഒഴിച്ചെടുത്ത ശേഷം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി സാമ്പാറിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് 5 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറണം. അതുപോലെ മസാലയും എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ പിടിക്കണം. മീഡിയം ഫ്ലെയിമിൽ 5-6 മിനിറ്റെങ്കിലും നമ്മുടെ സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റണം. പിന്നെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വാട്ടിയിട്ടേക്കുന്നുണ്ട്. ഇനി അത് കലങ്ങിയൊന്നും പോവില്ല എത്ര തിളപ്പിച്ചാലും. അതുപോലെ ഈ സമയത്ത് നിങ്ങൾ ഗ്രേവി പാകാക്കി കൊടുക്കുക കേട്ടോ. ഇനി തിളച്ച് വറ്റിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസിയിലാണോ കിട്ടേണ്ടത് അനുസരിച്ച് വെള്ളം പാകാക്കി കൊടുക്കുക. പിന്നെ രണ്ടാമത് വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു വട്ടമുള്ള പാത്രത്തിലേക്ക് ഞാൻ ഈ സാമ്പാറൊന്ന് മാറ്റാം കേട്ടോ. ഈ പാത്രത്തിനകത്ത് വന്ന് തിളക്കണോണ്ട് വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും കിട്ടണില്ല. സാമ്പാർ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ കിടന്ന് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റും കൂടി തിളച്ച ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പും എരിവും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടെടുക്കുക. അതുപോലെ പുളി കുറവുണ്ടെങ്കിൽ തക്കാളി ഇട്ടെടുക്കുക. നമ്മുടെ കറി അവിടെ നന്നായിട്ട് തിളച്ച് പാകമായി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് താളിച്ച് വയ്ക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ വറ്റൽമുളക്. ഇനി ഇതിലേക്ക് 1 ഹാൻഡ്ഫുൾ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഇതെല്ലാം ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തതുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഇട്ടെടുത്താൽ മതി. കടുക് മാത്രം വെച്ച് നമുക്ക് സാമ്പാർ തളിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ. ഇനി ഇത് നമ്മുടെ സാമ്പാറിലേക്ക് വെച്ചെടുക്കാം. സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം കുറച്ച് സമയം ഒന്ന് ഇരുന്നാലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെച്ചെടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ സാമ്പാർ നമുക്ക് ചോറിന് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയെയും എൻ്റെ ചാനലിനെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴി എന്നെ ഒന്ന് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.